ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചോറും കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ചോറും കറിയും എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മുഴുവൻ വേണ്ട. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇപ്പം പറയാണ്ട് വരുന്ന ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചോറും കറിയാണ്. അപ്പം നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാനൊന്നും മല്ലിച്ചപ്പ്, പുതിന, തൈര് ഇതൊന്നും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അതൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചോറും അതേപോലെ തന്നെ സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ ഒരു കറിയിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കുക, തൈര് ചേർക്കുക, കസ്കസ് അരച്ച് ചേർക്കുക, ലെമൺ ഒഴിക്കുക ഒന്നും ചെയ്യണില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ് ഞാൻ കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒന്നും അധികമായിട്ട് വേണ്ടിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചത് ഒരു 600 ഗ്രാം ചിക്കനാണ് കേട്ടോ. അര കിലോൻ്റെ കുറച്ച് മേലേ ഉള്ളൂ 600 ഗ്രാം ചിക്കൻ. ഈ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് ഞാനിപ്പോൾ കുക്കറാണ് വെക്കുന്നത്. കുക്കറിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് മാക്സിമം മതി ഈ ഒരു കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഉള്ളിയാണ്, ഒരു ഒത്ത വലുപ്പത്തിലുള്ള ഒരു ഉള്ളി 2 ഞാൻ എടുത്തത്. അത് ഞാൻ ഇതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റാന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് ഉള്ളി സോഫ്റ്റ് ആകണവരൊന്നും കാത്തിക്കണ്ട. ഒരു 2 മിനിറ്റൊക്കെ മാക്സിമം മതി. ഇതെല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ 5 മിനിറ്റ് കൊണ്ടായി കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദാ ഇത് ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ കണ്ടില്ല, വല്ലാണ്ട് അങ്ങ് വെന്തുടഞ്ഞിട്ടുമില്ല, ഉള്ളിയൊക്കെ നല്ല പച്ചയായിട്ട് തന്നെയാണ് ഉള്ളത്. എന്നാൽ ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങി, അതാണ് പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും തക്കാളിയാണ് ചേർക്കുന്നത്. പച്ചമുളക് കുറച്ച് കൂട്ടിയിടണം, കാരണം ഇതാണ് ഈ എരിവിനായിട്ടുള്ളത്. പിന്നെ തക്കാളി പച്ച നോക്കിയിട്ട് എടുക്കുക മാക്സിമം കേട്ടോ. പഴുത്തത് ഇടരുത്, മാക്സിമം പച്ച നോക്കിയിട്ട് അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കറിൻ്റെ കളറും മാറും, ടേസ്റ്റും മാറും. അപ്പോൾ കുറച്ച് പച്ച നോക്കിയിട്ടുള്ള ഒരു 3 തക്കാളിയാണ് ഞാൻ എടുത്തത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, എത്ര വേണ്ടിയെന്ന് വെച്ചാൽ. ഞാനിപ്പോൾ ഇതിൽ കുരുമുളകൊന്നും ചേർക്കണില്ല, പച്ചമുളക് മാത്രമാണ് എരിവിന് വേണ്ടി ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് വാടാൻ വേണ്ടി കത്തിക്കേണ്ടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണാണ് ഇഞ്ചി അരച്ചത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു 3/4 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2/4 ടേബിൾ സ്പൂൺ കേട്ടോ. ഇനി അത് ആ ഒരു പേസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചൊയ മാറി കിട്ടാൻ വേണ്ടി ഒരു മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് വാടി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയാണ് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ട ഗരം മസാല പൊടിയാണ്, അത് 1 ടീസ്പൂണാണ് ഇടേണ്ടത്. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതും 1 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഫെനൽ പൗഡർ. പിന്നെ വേണ്ടത് ക്യുമിൻ പൗഡർ, നമ്മൾ നല്ല ജീരകം പൊടിച്ചതാണിത്, നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. ഇത്രയാണ് പൊടികൾ ഇതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചെറിയ തീയിലാക്കിയിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, ചെറിയ തീയിലാക്കിയിട്ട് ഒരു മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ചെറിയ തീയാക്കി വെച്ചത്. അപ്പോൾ ഇതിൽ പൊടികൾ ഒന്ന് യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ചിക്കനും കൂടെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ചിക്കനും ഈ ഒരു മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് കണ്ടല്ലോ, അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ച് വെച്ചതാണ്, ഒന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരൊറ്റ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ഞാനിതിവിടെ ചോറിനായതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി വേണം. നിങ്ങൾക്ക് ഇനി പത്തിരിക്കോ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൊറോട്ടക്കൊക്കെയാണ് വേണ്ടിയെങ്കിൽ, കുറച്ച് കട്ടിയിലാണ് വേണ്ടിയെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ ചോറായതുകൊണ്ട്. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ 2 ഗ്ലാസ് തന്നെ ഫുള്ളായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ചിക്കൻ്റെ ലെവലിലാണ് വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിയില്ല, ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. ഉള്ളി വാട്ടുമ്പോൾ ഒന്നും ഉപ്പിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ പച്ചക്കറിവേപ്പിലാണ്, അതാണ് ഇത്ര ചെറുതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക.
അപ്പോൾ ഇനി നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഒരൊറ്റ വിസിൽ മതിയെ. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവി പോണ വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരൊറ്റ വിസിലാണ് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഒരു വിസിലുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ. അതാവണ നേരം കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ 4 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ക്വാണ്ടിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചെമ്പ് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന നെയ്യ് എന്ന് പറയുന്നത് പശു നെയ്യാണ് നമ്മളെ. അപ്പോൾ പശു നെയ്യ് 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിയൊരു നെയ്യാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നല്ല നാടൻ നെയ്യ് പോലാണുള്ള സൂപ്പർ കേട്ടോ. സാധാരണ മിൽക്കി മിസ്റ്റിൻ്റെ ഞാൻ ബ്ലൂ കളർ കുപ്പിയാണ് സാധാരണ വാങ്ങൽ നാട്ടിൽ നിന്ന്. പക്ഷേ ഇത് ചോപ്പാണ്. പുതിയത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയാണ്. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി നെയ്യാണ് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ സൈസുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും. അപ്പോൾ ഈ ഉള്ളി നമുക്ക് ഇനി ബിരിയാണിക്കൊക്കെ ചെയ്യണ പോലെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കളറ് മാറുന്ന വരെ പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ഒന്ന് കളർ മാറണ വരെ ഒരു ഗോൾഡൻ കളർ ആകണ വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ ദം ചെയ്യാൻ എടുക്കണ പോലെ കേട്ടോ. അപ്പോൾ അത് ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയലുണ്ട് ഈ ഒരു കളറിൽ തന്നെ കോരണം എന്നുള്ളത് ഉള്ളി. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ കോരി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് കളർ മാറും. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം അത് കോരി മാറ്റാൻ കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളി നന്നായിട്ടൊന്ന് പൊരിച്ച് കോരിന് നല്ലൊരു ഗോൾഡൻ കളറിൽ. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് രണ്ടും ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം വേഗം അണ്ടിപ്പരിപ്പും അല്ല മുന്തിരി ഇങ്ങോട്ട് കോരി മാറ്റിയാൽ മതി. അപ്പോൾ അതാ മുന്തിരി പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്തിരി ഞാൻ ആദ്യം കോരി മാറ്റാണ്. അപ്പോഴത്തേക്ക് നമ്മളെ അണ്ടിപ്പരിപ്പ് റെഡിയാവും. അപ്പോൾ അതാ നമ്മളെ അണ്ടി മുന്തിരി അതേപോലെ തന്നെ ഉള്ളി പൊരിച്ച് വെച്ചതാണിത്. അതിനി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ എണ്ണയിലേക്ക് ഇനി നമുക്ക് ഉള്ളിയൊന്നും ചേർക്കേണ്ടിയില്ല. കാരണം ഉള്ളി പൊരിച്ച നെയ്യായതുകൊണ്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർക്കേണ്ടത്. കുറച്ച് ഏലക്കായി പട്ട ഗ്രാമ്പു ഇത്രയും സാധനങ്ങളാണ്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 4 കപ്പ് അരി ഞാൻ കഴുകി ഊറ്റി വെച്ചതാണിത്. 4 കപ്പ് കയമ അരിയാണിത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 കപ്പ്. അപ്പോൾ ഞാനിത് പൊതിർത്തി വെച്ചതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇത് പൊതിർത്തി വെച്ചിട്ടൊന്നുമില്ല. ഇപ്പം കഴുകി ഊറ്റിയെടുത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ വറുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വറുക്കുക. വറുത്തതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ കയ്യിലോട്ട് ഇങ്ങനെ കോരിയാൽ ഇങ്ങനെ ഉതിർന്ന് വീഴും. അതാണ് പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അരി നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ ഡബിളാണ് എടുക്കുന്നത്. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. 8 കപ്പ് വെള്ളം ഉണ്ടത്. അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ തിളച്ച വെള്ളമായതുകൊണ്ട് ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ തിളച്ചോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ചോറിന് വേണ്ടി ഉപ്പ് ഞാൻ എപ്പോഴും പറയില്ലേ ബിരിയാണിക്ക് നെയ്ച്ചോറിന് ഉപ്പ് ഇടുമ്പോൾ കുറച്ച് മുന്നിട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. നമ്മളൊന്ന് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് ഉപ്പ് കൂടി പോയോ എന്ന് തോന്നുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒരു ഉപ്പിൻ്റെ കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. എന്നാലാണ് ചോറിൽ കറക്റ്റ് പാകത്തിൽ ഉപ്പായി വരിക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചക്കറിവേപ്പില അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കറിവേപ്പിലിനൊക്കെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കരുതേ കറിവേപ്പില. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ വരിക. ഇനിയിപ്പോൾ ഒരു അരമുറി ചെറുനാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അരമുറി മതി കേട്ടോ. അരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എത്രയേ ഉള്ളൂ. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് ചോറ് വേവേണ്ട ഒരു കണക്ക് എന്ന് പറയുന്നത് ഒരു 8 മിനിറ്റ് ഒക്കെ മാക്സിമം ആണ് കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ചോറ് റെഡിയാവും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായിന് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിന് ഒരു വിസിലടിച്ചപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് പാകത്തിലാണ് ഇതായത് കണ്ടോ. നമ്മളെ ഉരുളക്കിഴങ്ങ് വരെ വെന്തുടയുകയോ ഒന്നും ചെയ്തില്ല. കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും. ഒറ്റ വിസിൽ മതി കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു പാകത്ത് തന്നെ എടുക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കണ്ടില്ല കറക്റ്റ് പാകത്തിലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. 1.5 കപ്പ് തേങ്ങാപ്പാലാണിത്. അപ്പോൾ ഞാനിവിടെ തേങ്ങാ പൗഡറാണ് എടുത്തത്. അപ്പം ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് ഫ്രഷ് തേങ്ങ എടുക്കാനുള്ള പ്രയാസം കൊണ്ട് എടുത്തതാണ്. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങൻ്റെ പാലുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലും 1/2 കപ്പ് വെള്ളം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 2 കപ്പ്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് തേങ്ങാപ്പാലാണ് എടുക്കണമെങ്കിൽ 2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കണ്ടില്ലേ നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ചിക്കനൊക്കെ നല്ല കറക്റ്റ് പാകത്തിലാണ് ആയത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറിക്ക് നമ്മൾ എക്സ്ട്രാ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുക അല്ലെങ്കിൽ കസ്കസ അരച്ച് ചേർക്കുക അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കുക ഒന്നും ചെയ്യേണ്ടിയില്ല. അല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. അതിൽ വേറെ ഒന്നും വേണ്ട. നമുക്ക് തേങ്ങാപ്പാൽ മാത്രം അതെല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും ഇതിലില്ല എന്നുള്ളത്.
സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണിത്. കാരണം അവർക്ക് എരിവ് തീരെ പറ്റാത്തതുകൊണ്ട് അധികം ഞാൻ ഉണ്ടാക്കുന്ന കറിയാണിത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിന് മൂടിയിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചോറ് ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട്. പകുതി വേവായി കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ക്യാരറ്റാണിത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചോറ് പകുതി വേവായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാവൂ. ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ നമ്മളെ ക്യാരറ്റൊക്കെ വെന്ത് ഉടഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റും മാറും, കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പം വെന്ത് ഉടയണ വരെയുള്ള രീതിയിൽ നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുക്കരുത്. ചോറ് ഒരു പകുതി വേവായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയെന്ന് കാണുമ്പോൾ മാത്രമാണ് ക്യാരറ്റിൽ മിക്സ് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ബാക്കി വേവും കൂടി വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചോറാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചോറ് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ആ ഒരു ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല ആ ഒരു കറിവേപ്പിലയും ക്യാരറ്റൊക്കെ കാണുമ്പോൾ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ആ ഉള്ളിയും ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ബിരിയാണി ചെയ്യുന്ന പോലെ ദം ചെയ്തെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ മതി. നമ്മളിത് മൂടി വെച്ചിട്ട് പിന്നെ ദം ചെയ്യാനൊന്നും എടുക്കേണ്ടിയൊന്നുമില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് ഉണ്ടാക്കണ, നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നാലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചോറാണ്. അതുപോലെ തന്നെ ഈ ഒരു ചോറുണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു ചോറ്. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ, ചിലർ ഉണ്ടാക്കുന്നതായിരിക്കും, ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടോട് കൂടി തന്നെ മിക്സ് ചെയ്യണം. എന്നാലാണ് ആ ഒരു പൊരിച്ച ഉള്ളിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ എല്ലായിടത്തും എത്തുള്ളൂ. ചൂട് തണീനെ വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ആ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഉള്ളി പൊരിച്ചിട്ടുള്ള ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്ന ഒരു ബിരിയാണീൻ്റെ ഫ്ലേവറാണ് ഇതിന് വരിക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നോക്ക്, നല്ല അടിപൊളി നമ്മളെ ചോറ് ഇവിടെ റെഡിയായി. ഇത് നോക്ക്, അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന പോലെ എപ്പോഴും ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിന്നാനും തോന്നണം അല്ലേ, നല്ലൊരു ഭംഗി ഉണ്ടാവണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുട്ടിയൊക്കെ രണ്ടാക്കും വിളമ്പാണ്, ആച്ചിക്കും ബാസിക്കും. എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ. ഞാനല്ല, അവൾ ഹോസ്റ്റലിലാണ്, പിന്നെ അസ്ലങ്ക പോവുകയും ചെയ്ത്. അപ്പോൾ ഇവിടെ നോമ്പായതുകൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ ഞാൻ വിളമ്പണുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 2 പ്ലേറ്റിലാണ് ഇപ്പോൾ വിളമ്പണത്, ആച്ചിക്കും ബാസിക്കും വേണ്ടി മാത്രം. അപ്പോൾ 2 പ്ലേറ്റിലും ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കറി ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറി നമ്മൾ വെക്കും തോറും കട്ടി കൂടുക എന്ന് പറയില്ല, അതുപോലത്തെ ഒരു കറിയാണ്. ഇപ്പോൾ അത് വല്ലാണ്ട് അങ്ങ് ചൂടാറിയിട്ടില്ല, ചൂടോടുകൂടി തന്നെയാണ്. എന്നാലും നേരത്തെ കണ്ടതിനെക്കാട്ടിലും കട്ടിയായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കണ്ടോ, ഈ ഒരു പാകത്തിലാണുള്ളത്. ഇനി ഇത് ചൂടാറും തോറും പിന്നെ ഒന്ന് കട്ടി കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കട്ടി വരാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ഈ അണ്ടിപ്പരിപ്പും ക്രീമും ഒന്നും ഇട്ടിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല കട്ടിയുള്ള കറിയാണ് വരിക. അപ്പോൾ ഞാൻ പിന്നെയും പറയും, നമ്മൾ ചോറിനായതുകൊണ്ടാണ് ഇത്രയും കറി ഉണ്ടാക്കിയത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞില്ലേ, അതിന് പകരം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും കുറച്ച് കട്ടിയിലാണ് വരിക. അപ്പം ചോറിനാണെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിലും ആക്കി എടുത്താൽ മതി. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് തിന്നാൽ പൂതി മാറൂല എന്നൊക്കെ പറഞ്ഞ പോലത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.